സാർ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ബയ്യർക്ക് എത്രയാണ് പൈസ ആയിട്ട് കൊടുക്കാനുള്ള ലിമിറ്റ് വരുന്നത്? ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപയാണ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണെന്ന് അർത്ഥം. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനും 20,000 രൂപയെക്കാട്ടും അല്ലെങ്കിൽ അതിലും താഴെയൊന്നും നടക്കണമെന്നില്ല. അപ്പൊ ശരിക്കും പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ബാങ്കിങ് ചാനലിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 50 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ 1 കോടി രൂപയാണ്, 10 ലക്ഷം രൂപയാണ്, 5 ലക്ഷം രൂപയാണ്, 2 ലക്ഷം രൂപയാണെങ്കിൽ പോലും ഇതിന്റെ വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ കൺസിഡറേഷൻ ഇപ്പൊ ബയ്യർ സെല്ലർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ബാങ്കിങ് ചാനലിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസ്ഡ് ചെക്കോ അല്ലെങ്കിൽ RTGS NEFT അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ചെയ്തു എന്ന് വിചാരിക്കും, അതായത് നമ്മൾ ആധാരത്തിലൊക്കെ ചില ആൾക്കാർ എഴുതി വെക്കും ഇത് പണമായിട്ട് 20 ലക്ഷം രൂപ കൈപ്പറ്റി എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈക്വൽ എമൗണ്ട് പെനാൽറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ 20 ലക്ഷം രൂപ പണമായിട്ട് കൈപ്പറ്റുന്ന ആധാരത്തിൽ എഴുതി വെച്ചാൽ 20 ലക്ഷം രൂപ തന്നെ പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ബാങ്കിങ്ങിൽ കൂടി ചെയ്യാൻ പറ്റുള്ളൂ, അത് ബാങ്കിങ് ചാനലിലൂടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.